ആർക്ക് നൽകുവാൻ കഴിയും ഇത്ര സേവനം? ആരിലും പ്രകാശമായി ജ്വലിച്ച താരകം. കേരളത്തിൻ മണ്ണിലാകെ ശാന്തി സ്നേഹദൂതുമേറി കാന്തപുരം വന്നതിന്നു നീ അറിഞ്ഞില്ലേ? ആർക്ക് നൽകുവാൻ കഴിയും ഇത്ര സേവനം? ആരിലും പ്രകാശമായി ജ്വലിച്ച താരകം. കേരളത്തിൻ മണ്ണിലാകെ ശാന്തി സ്നേഹദൂതുമേറി കാന്തപുരം വന്നതിന്നു. കേരളീയുടെ മതകീയ അടിത്തറ പണ്ഡിതാരങ്ങേറ്റത്തിന്റെ അനന്തരഫലമാണെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഒട്ടനവധി പ്രശസ്തരായ പണ്ഡിതവര്യർ കേരളത്തിന്റെ മത സാംസ്കാരിക മണ്ഡലത്തെ ധന്യമാക്കിയിട്ടുണ്ട്. അറേബ്യയുമായുള്ള പരിചയവും അറബികളുമായുള്ള സഹവാസവും ഇസ്ലാമിക സംസ്കാരത്തെ പുണരുന്നതിന് ഹേതുകമായ കാരണങ്ങളാണ്. മതപ്രബോധനത്തിനായി കേരളത്തിലെത്തിയ പണ്ഡിത മഹത്തുക്കൾ ഇവിടുത്തെ മണ്ണും മനസ്സും കവർന്നു എന്നതാണ് ചരിത്ര സത്യം. വിസ്മരിക്കാനാവാത്ത സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ മലയാളത്തിനു സമ്മാനിച്ച ഒട്ടനേകം പണ്ഡിതവര്യർ കഴിഞ്ഞുപോയി. ഇസ്ലാമിനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനും ഊർജം പകർന്ന് അന്തസ്സകിത്തുന്ന പണ്ഡിത ജ്യോതിസ്സുകൾ മൺമറഞ്ഞുപോയി. അഹ്ലുസുന്നയുടെ ആശയ പ്രചാരണത്തിനു വേണ്ടി സർവ്വതും ത്യജിച്ച ഒട്ടനവധി മഹാരഥന്മാർ. അവരെ നമുക്ക് ഓർമ്മിക്കാം, അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാം. മതം പറഞ്ഞും പ്രചരിപ്പിച്ചും മതചിഹ്നങ്ങളെ ഉയർത്തിപ്പിടിച്ചും പണ്ഡിത സമൂഹം നിറഞ്ഞു നിൽക്കുമ്പോഴും പൊതുസമൂഹം പണ്ഡിതർക്ക് ചില പ്രത്യേക ചുമതലകൾ കൽപ്പിച്ചു നൽകി. മതത്തിന്റെയും പള്ളിയുടെയും അപ്പുറത്തേക്ക് മറ്റൊന്നിനെക്കുറിച്ചും പണ്ഡിത സമൂഹം ചിന്തിക്കരുതെന്നും അതിനവർ യോഗ്യരല്ലെന്നും സമൂഹം മനസ്സിലാക്കി. അതിനപ്പുറമുള്ള ഇടപെടലുകൾ അവർ പരിഹാസത്തോടെയും അസഹിഷ്ണുതയോടെയും നോക്കിക്കണ്ടു. ഇവിടെയാണ് കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തന വൈദഗ്ധ്യം ശ്രദ്ധേയമാകുന്നത്. തനിക്ക് അപ്രാപ്യമായി ഒന്നുമില്ലെന്ന് തെളിയിച്ച് സകല മേഖലകളിലും കൈവച്ച് പൊന്നാക്കിയെടുത്തതാണ് ഉസ്താദിന്റെ ചരിത്രം. പിറകോട്ട് നോക്കുമ്പോൾ നമുക്കോർത്തെടുക്കാൻ കഴിയില്ല ഈ പണ്ഡിത ജ്യോതിസിനൊരു തത്തുല്യനെ. സത്യത്തിന്റെ പ്രചാരണത്തിനും നിലനിൽപ്പിനും വേണ്ടിയുള്ള വിശ്രമമില്ലാത്ത ജീവിതം നേടിയെടുത്തത് അനൽപമായ സാധ്യതകളെയാണ്. ആ മഹാമനീഷിയുടെ ദീർഘവീക്ഷണവും പ്രവർത്തന നിപുണതയും ലോകത്തിന് മുന്നിൽ ഉയർത്തിയത് മുസ്ലിം സമുദായത്തിന്റെ അഭിമാനമാണ്. സമുദായ പുരോഗതിയും ശാന്തമായ ലോക സാഹചര്യവും തേടി ഉസ്താദ് യാത്രയിലാണ്, വിശ്രമമില്ലാത്ത യാത്ര. മതപ്രചാരകരായ പണ്ഡിതർ ഇട്ടാവട്ടങ്ങളിലൊതുങ്ങി സമ്പന്നന്റെയും പ്രമാണിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും കീഴാളരാകണമെന്ന അലിഖിത നിയമം ഉസ്താദ് തിരുത്തി. സമൂഹത്തിലെ എല്ലാ മേലാളന്മാർക്കും മുകളിലാണ് മതപണ്ഡിതന്റെ സ്ഥാനമെന്ന് ശൈഖുന പ്രവർത്തിച്ചു തെളിയിച്ചു. പണ്ഡിതരും സമുദായവും രാഷ്ട്രീയക്കാരുടെ ചട്ടുകമല്ലെന്നും അവരെ അധികാരത്തിലേറ്റാൻ മാത്രമുള്ള വോട്ടു യന്ത്രങ്ങളല്ലെന്നും പറയാതെ പറഞ്ഞു ഉസ്താദ് ബോധ്യപ്പെടുത്തി. കലുഷിതമായ സാമൂഹിക അന്തരീക്ഷങ്ങളിൽ സ്നേഹവും സാഹോദര്യവും ഉദ്ഘോഷിച്ചു. ശാന്തിയുടെ വെള്ളരിപ്രാവായി. എല്ലാവിധ മതസാമൂഹ്യ പ്രമുഖരുടെയും അംഗീകാരം ഉസ്താദിനെ തേടിയെത്തി.
ആളിക്കത്തി നിൽക്കുന്ന മതവിദ്വേഷവും അർത്ഥശൂന്യമായ രാഷ്ട്രീയ കൊലപാതകങ്ങളും സ്വാസ്ഥ്യം നഷ്ടപ്പെടുത്തിയ കേരളത്തിന്റെ നെഞ്ചിലൂടെ സമാധാനത്തിന്റെ സ്നേഹദൂതുമായി ഉസ്താദ് ഇറങ്ങിത്തിരിച്ചു. അതായിരുന്നു മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാനുള്ള ഒന്നാം കേരളയാത്ര. ഒരു മതപണ്ഡിതന്റെ സാമൂഹിക ഇടപെടൽ പലരും ആശങ്കയോടെയും അത്ഭുതത്തോടെയും നോക്കിക്കണ്ടു. മറ്റു ചിലർ സ്നേഹപ്രമേയത്തിന് ദുർവ്യാഖ്യാനങ്ങൾ കണ്ടെത്തി. പക്ഷേ ഉസ്താദിന്റെ ഇടപെടൽ കേരളീയ സമൂഹം മനസ്സ് തുറന്നു സ്വീകരിക്കുകയായിരുന്നു. മതമേലാളരും രാഷ്ട്രീയ നേതാക്കളും പ്രശംസിക്കുക മാത്രമല്ല, ഉസ്താദിന്റെ ഉദ്യമത്തിലെ ആത്മാർത്ഥത തിരിച്ചറിയുകയും ചെയ്തു. മതം ഉദ്ഘോഷിക്കുന്ന സ്നേഹപരിസരം എല്ലാ മതവിശ്വാസികളെയും ബോധ്യപ്പെടുത്തിയ ഒന്നാം കേരളയാത്ര മലയാളിക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. ഒരു മുസ്ലിയാരും അദ്ദേഹത്തിന്റെ അനുയായി വൃന്ദവും ഇറങ്ങിത്തിരിച്ച മൂല്യവത്തായ ആശയത്തെ അസൂയാലുക്കളല്ലാതെ മറ്റാരും എതിർത്തില്ല. മാത്രമല്ല, ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ഉസ്താദിന്റെ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളുമെല്ലാം മാനവികതയിലൂന്നിയതാണ്. മാനവിക ഐക്യത്തിലൂടെ മാത്രമേ നല്ല സമൂഹമുണ്ടാകൂ എന്ന തിരിച്ചറിവാണ് കാരണം. ഈ യാത്രയുടെ അതിമഹത്തായ ലക്ഷ്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കി. മാനവികതയെ ഉണർത്തുന്നു. ഈ പ്രമേയത്തിന്റെ മഹത്വം അൽഹംദുലില്ലാഹ് എല്ലാവരും ഏറ്റെടുത്തു, എല്ലാവരും സ്വീകരിച്ചു. പിന്നെ ആരെങ്കിലും ഒറ്റപ്പെട്ടവർ അതിൽ സംബന്ധിച്ചിട്ടില്ലെങ്കിൽ, സഹകരിച്ചിട്ടില്ലെങ്കിൽ അവർ ചിന്തിക്കട്ടെ, അവർ ജനങ്ങളിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നവർ ചിന്തിക്കുകയും അവരുടെ ചിന്ത നന്നാക്കിക്കൊണ്ട് ഭാവിയിലെങ്കിലും ഇതുപോലുള്ള നല്ല കാര്യത്തിൽ സഹകരിക്കാൻ അവർ ശ്രമിക്കട്ടെ എന്ന് പറയുകയല്ലാതെ നമുക്ക് നിർവാഹമില്ല. ചേരിതിരിവും തമ്മിലടിയും സമൂഹത്തിനും രാജ്യത്തിനും അപകടമാണെന്ന് ഉസ്താദ് തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവിൽ നിന്നാണ് മാനവികതയെ ഉണർത്തുന്നു എന്ന പ്രമേയവുമായി നടത്തിയ രണ്ടാം കേരളയാത്ര ഉണ്ടാകുന്നത്. പുലർക്കാലത്തിലെ പുത്തൻ പ്രതീക്ഷകൾ മനസ്സിലേറ്റി നമ്മൾ നേർവിളിച്ചു. ധർമ്മത്തിനായി പൊരുതിയ ജനതൻ ആവേശമാണീ കരുത്തിലെന്നും, ആവേശമാണീ കരുത്തിലെന്നും, ആവേശമാണീ കരുത്തിലെന്നും. സിന്ദാബാദ് സിന്ദാബാദ് കേരളയാത്ര സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് കേരളയാത്ര സിന്ദാബാദ്. പുലർക്കാലത്തിലെ പുത്തൻ പ്രതി രണ്ടാം കേരളയാത്ര സംഘടിപ്പിച്ചത് സുന്നി സംഘ കുടുംബമാണെങ്കിലും അത് ഏറ്റെടുത്ത് വിജയിപ്പിച്ചത് കേരളമായിരുന്നു. അരുതായ്മകളെ മാറ്റിയെടുത്തിടാൻ, അനീതി അക്രമ ചിന്താഗതികളെ ഇല്ലാതെയാക്കിടാൻ, അരുതായ്മകളെ മാറ്റിയെടുത്തിടാൻ, അനീതി അക്രമ ചിന്താഗതികളെ ഇല്ലാതെയാക്കിടാൻ, ഒരുമിച്ചിടാൻ ഈ മലനാട്ടിൽ സ്നേഹം പൂവണിക്കാൻ. വിഭാഗീയതകളും രാഷ്ട്രീയ വൈരങ്ങളും ചേരിതിരിവുകളും ഉസ്താദിനു വേണ്ടി വഴിമാറി. മന്ത്രിമാരും പ്രമുഖരും മതനേതാക്കളും യാത്രയിൽ പങ്കെടുക്കാനും പ്രസംഗിക്കാനും മത്സരിച്ചു. കേരളത്തിലെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലെയും ജനത്തിരക്ക് അത്ഭുതമായിരുന്നു. യാത്രയുടെ മഹത്തായ പ്രമേയം പുലരുന്ന കാഴ്ചയാണ് പല സ്വീകരണ കേന്ദ്രങ്ങളിലും കാണാനായത്. കേരളത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മദ്യവും മയക്കുമരുന്നും തുടങ്ങി എല്ലാവിധ അധർമ്മങ്ങൾക്കുമെതിരെയായിരുന്നു ഉസ്താദിന്റെ പ്രമേയങ്ങളും പ്രസംഗങ്ങളും. പിന്നീടത് കേരളം ഏറ്റെടുത്ത് നടത്തുന്നതാണ് നാം കണ്ടത്. സാക്ഷരത, അക്ഷരത്തിന്റെ സാക്ഷരത ഉണ്ടായത് കൊണ്ട് മാത്രം ഇവിടെ പ്രയോജനമില്ല. മനുഷ്യന്റെ ആത്മാവും
മനുഷ്യന്റെ ബുദ്ധിയും ഇവിടെ കാത്തു സൂക്ഷിക്കപ്പെടണം. മദ്യപാനത്തിലൂടെ, ലഹരിയിലൂടെ മനുഷ്യന്റെ ബുദ്ധി നഷ്ടപ്പെടുകയാണ്, മനുഷ്യന്റെ മനുഷ്യത്വം നഷ്ടപ്പെടുകയാണ്. കൂട്ടത്തിലുള്ളതാണ് തിന്മക്കെതിരായി നാം എപ്പോഴും ഒന്നിക്കുമെന്ന പ്രതിജ്ഞ. ആ പ്രതിജ്ഞയിൽപ്പെട്ടതാണ് മദ്യപാനം, ലഹരി സാധനം ഉപയോഗിക്കുന്നത് നിർമ്മാർജ്ജനം ചെയ്യൽ. കേരളയാത്രയുടെ കാഴ്ചകളും ഓർമ്മകളും ഓരോ പ്രവർത്തകരിലും ഉൾപ്പുളകമുണ്ടാക്കുന്ന ഓർമ്മയായി എന്നുമുണ്ടാകും. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും യാത്രക്കു ലഭിച്ച സ്വീകരണങ്ങൾ, ഓരോ പ്രദേശത്തെയും പൊതുസ്ഥാപനങ്ങൾക്ക് യാത്രയിൽ നൽകിയ സാന്ത്വന സ്പർശങ്ങൾ, നിലാരംബരെ തലോടിയ നിമിഷങ്ങൾ, ജാതിമത വകഭേദങ്ങളില്ലാതെയുള്ള ആശീർവാദങ്ങൾ, വിവിധ മതപണ്ഡിതന്മാരുടെ പ്രശംസകൾ, പ്രസംഗങ്ങൾ. എങ്ങനെ മറക്കും ആ ധന്യ നിമിഷങ്ങൾ? ആർക്ക് നൽകുവാൻ കഴിയും ഇത്ര സേവനം? ആരിലും പ്രകാശമായി ജ്വലിച്ച താരകം. ആർക്ക് നൽകുവാൻ കഴിയും ഇത്ര സേവനം? ആരിലും പ്രകാശമായി ജ്വലിച്ച താരകം. കേരളത്തിൻ മണ്ണിലാകെ ശാന്തി സ്നേഹ ദൂതുമേറി കാന്തപുരം വന്നതിന്നു നീ അറിഞ്ഞില്ലേ? ആർക്ക് നൽകുവാൻ കഴിയും ഇത്ര സേവനം? ആരിലും പ്രകാശമായി ജ്വലിച്ച താരകം. വിവിധ ചേരിയിൽ നിന്ന് പോരടിക്കുന്ന നേതാക്കളെ ഒന്നിച്ചിരുത്തിയ ഉസ്താദിന്റെ കഴിവിനെ പ്രകീർത്തിക്കപ്പെട്ട സമയങ്ങൾ. ഈ യാത്രയുടെ പ്രത്യേകത മനസ്സിലായില്ല, നിങ്ങൾ സ്റ്റേജ് നോക്കിയാൽ മനസ്സിലാവും. പോരടിക്കുന്ന ജയരാജനും ഞാനും ഒരുമിച്ച് ഒരു സ്റ്റേജിലെത്തിക്കാൻ ഉസ്താദിന് സാധിച്ചിരിക്കുന്നു എന്നതാണ് ഇതിന്റെ വിജയം. എല്ലാം മാറ്റിവെച്ച് ഉസ്താദിന്റെ കൂടെ യാത്ര തിരിച്ച പ്രവർത്തകർ, മാനവികതയ്ക്ക് വേണ്ടി ആവേശത്തോടെ ഉയർന്നു പൊങ്ങിയ മുഷ്ടികൾ. അതൊരു അനുഭവമായിരുന്നു, മറക്കാനാവാത്ത അനുഭവം. ജിന്ദാബാദ് ജിന്ദാബാദ് കേരള യാത്ര ജിന്ദാബാദ്. 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 കേരളയാത്രയുടെ സമാപനം ഒരു ചരിത്രമായി മാറി. നിറഞ്ഞിടുന്നു സ്നേഹവീജികൾ, ഏതു മണ്ണിലും ഉണർത്തിടുന്നു കൽവിൽ നന്മകൾ. ഏതു കോണിലും നിറഞ്ഞിടുന്നു സ്നേഹവീജികൾ, ഏതു മണ്ണിലും ഉണർത്തിടുന്നു കൽവിൽ നന്മകൾ. ആർദ്രമാം ഹൃദയമെല്ലാം ഒത്തുചേർത്തു വെക്കുവാൻ, ആഗ്രഹങ്ങൾ സഫലമായി വന്നു ചേരുവാൻ. ആർദ്രമാം ഹൃദയമെല്ലാം ഒത്തുചേർത്തു വെക്കുവാൻ, ആഗ്രഹങ്ങൾ സഫലമായി വന്നു ചേരുവാൻ. ആർക്ക് നൽകുവാൻ കഴിയും ഇത്ര സേവനം? ആരിലും പ്രകാശമായി ജ്വലിച്ച ശാന്തി സ്നേഹമേറി കാന്തപുരം വന്നതിന്നു നീ അറിഞ്ഞില്ലേ? ജിന്ദാബാദ് ജിന്ദാബാദ് കേരള യാത്ര ജിന്ദാബാദ്. ജിന്ദാബാദ് ജിന്ദാബാദ് കേരള യാത്ര ജിന്ദാബാദ്. കടന്നു വന്ന തേനിറച്ച വാക്കുകൾ, താരിളം മനസ്സുകൊണ്ട് കപ്പലേറി ദിക്കുകൾ. തീക്കടൽ കടന്നു വന്ന തേനിറച്ച വാക്കുകൾ, താരിളം മനസ്സുകൊണ്ട് കപ്പലേറി ദിക്കുകൾ. നൽകും സ്നേഹം. സംസ്ഥാന തലസ്ഥാനം ജനസാഗരമായി. മന്ത്രിമാരും മത സാംസ്കാരിക നേതാക്കളും ആവേശം കൊണ്ടു. അവർ വാചാലരായി. ജനം തക്ബീർ ചൊല്ലി അവരുടെ ആവേശത്തിൽ പങ്കുകൊണ്ടു. ഇത്ര ആളുകൾ വെളിയിലുമുണ്ടെന്നുള്ള കാര്യം ഇതിനകത്തിരിക്കുന്നവർക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വാസ്തവത്തിൽ എന്തോ ഒരു വലിയ മാന്ത്രിക ശക്തി നമ്മുടെ ഉസ്താദിനുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഞാൻ ഇന്ന് രാവിലെ പ്ലെയിൻ ഇറങ്ങി, കുറച്ച് ആളുകൾ ഈ യോഗത്തിൽ സംബന്ധിക്കേണ്ടവർ ആ പ്ലെയിനിലുണ്ടായിരുന്നു. വന്നിറങ്ങുമ്പോൾ എന്തൊരു മഴയായിരുന്നെന്നറിയാമോ? ഞാൻ ധരിച്ചു ഇതാകെ ഇന്ന് കലങ്ങിപ്പോകുമെന്ന്.
പക്ഷേ എന്താണ് ഉസ്താദ് ഇതിന് ചെയ്തത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനിടയുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഈ സംഘശക്തി കണ്ടു അത്ഭുതം കൂറി. ഇരിക്കുമേതുതരം പൂക്കളും മണ്ണിലാകെ 1000 നിറങ്ങളാണതോർക്കണം. മധുവനേറും മധുവതിന്റെ മധുരമെന്നും ഒന്നു തന്നെ, മാനവന്റെ മനസ്സുമെന്നും ഒന്നു തന്നെയാകണം. ആർക്ക് നൽകുവാൻ കഴിയും ഇത്ര സേവനം? ആരിലും പ്രകാശമായി ജ്വലിച്ച താരകം. ആർക്ക് നൽകുവാൻ കഴിയും ഇത്ര സേവനം? ആരിലും പ്രകാശമായി ജ്വലിച്ച താരകം. കേരളത്തിൻ മണ്ണിലാകെ ശാന്തി സ്നേഹ ദൂതുമേറി കാന്തപുരം വന്നതിന്നു നീ അറിഞ്ഞില്ലേ? ആർക്ക് നൽകുവാൻ കഴിയും ഇത്ര സേവനം? ആരിലും പ്രകാശമായി ജ്വലിച്ച താരകം. കേരളത്തിൻ മണ്ണിലാകെ ശാന്തി സ്നേഹ ദൂതുമേറി കാന്തപുരം വന്നതിന്നു നീ അറിഞ്ഞില്ലേ? പ്രശംസിച്ചിട്ടും തീരാതെ അവരുടെ പ്രസംഗങ്ങൾ നീണ്ടുപോയി. കേരളത്തിന്റെ ഗ്രാമങ്ങളും നഗരങ്ങളും തിരുവനന്തപുരത്തേക്കായിരുന്നു അന്ന്. മാനവികതയ്ക്ക് വേണ്ടിയുള്ള ഉദ്യമത്തിൽ അണിചേരാൻ സുന്നികൾ ഒഴുകിയപ്പോൾ തലസ്ഥാനം അമ്പരന്നു. തിരുവനന്തപുരം നഗരത്തെ സുന്നികൾ കൈയടക്കി വെച്ചിട്ടും നഗരത്തിന്റെ ഗതാഗതം തടസ്സപ്പെടാതിരുന്നത് കാന്തപുരത്തിന്റെ അനുയായികൾക്ക് മാത്രം സാധ്യമാകുന്ന ഒന്നാണെന്ന് അന്ന് തെളിയിച്ചു. കാസർഗോഡ് നിന്നും താജുൽ ഉലമയുടെ ആശീർവാദത്തോടെ ആരംഭിച്ച യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഒരു കാര്യം കേരളം തിരിച്ചറിഞ്ഞു. മുസ്ലിങ്ങളുടെ ആർജവമുള്ള നേതാവ് കാന്തപുരം മാത്രമാണെന്ന്. ജ്വലിച്ച താരകം. ആർക്ക് നൽകുവാൻ കഴിയും ഇത്ര സേവനം? ആരിലും പ്രകാശമായി ജ്വലിച്ച താരകം. കേരളത്തിൻ മണ്ണിലാകെ ശാന്തി സ്നേഹ ദൂതുമേറി കാന്തപുരം വന്നതിന്നു നീ അറിഞ്ഞില്ലേ? മുസ്ലിം സമുദായ അംഗങ്ങളും സംഘടനാശക്തിയും ജനപിന്തുണയും ഏറെയുള്ള കേരളത്തിലെ സുന്നി പ്രവർത്തകരെ പോലും അത്ഭുതപ്പെടുത്തിയ ഒന്നായിരുന്നു കർണാടക യാത്ര. മാനവകുലത്തെ ആദരിക്കുക എന്ന പ്രമേയവുമായി ഗുൽബർഗയിൽ നിന്ന് മംഗലാപുരത്തേക്കായിരുന്നു കാന്തപുരത്തിന്റെ കർണാടക യാത്ര. രാഷ്ട്രീയമായ കാലുഷ്യങ്ങൾ നിറഞ്ഞ കർണാടകയിൽ വർഗീയമായ ചേരിതിരിവുകൾ പലപ്പോഴും സ്വസ്ഥത നഷ്ടപ്പെടുത്താറുണ്ട്. കർണാടക യാത്ര മതങ്ങളെ പരസ്പരം അറിയാനുള്ള വേദിയായി മാറി. പ്രശ്നകലുഷിതമായ ചിക്മാംഗ്ലൂർ, ദാദ ഹയാത്ത് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉസ്താദിന്റെ യാത്രയിലൂടെ അസ്വാസ്ഥ്യങ്ങൾ രമ്യതയിലെത്തി. मोहब्बत का पैगाम आए हैं, इल्म की राह दिखलाने सुन्नियों की शान, सब दिलों की जान, लेके मोहब्बत का पैगाम आए हैं। सुल्तान उलमा जिंदाबाद, सुल्तान उलमा, सुल्तान उलमा जिंदाबाद, कर्नाटक यात्रा जिंदाबाद, कर्नाटक। പലയിടങ്ങളിലും അന്യമതസ്ഥർ കർണാടക യാത്രാ നായകനെ മനസ്സ് തുറന്നു സ്വീകരിച്ചു. ഓരോ സ്വീകരണ പൊതുയോഗങ്ങളും കാണുമ്പോൾ ഇത് കർണാടക തന്നെയോ എന്ന് സംശയിച്ചു പോകും. അത്ര വലിയ ജനസഞ്ചയമാണ് ഓരോയിടത്തും വന്നെത്തിയത്.
सब दिलों की जान नेकी मोहब्बत का पैगाम आए हैं सुन्नियों की शान सब दिलों की जान नेकी मोहब्बत का पैगाम आए हैं इल्म की राह दिखलाने सुन्नियों की शान सब दिलों की जान नेकी मोहब्बत का पैगाम आए हैं सुल्तानुल उलमा जिंदाबाद सुल्तानुल उलमा सुल्तानुल उलमा जिंदाबाद कर्नाटक यात्रा जिंदाबाद कर्नाटक यात्रा जिंदाबाद ഉസ്താദിന്റെ പ്രസംഗങ്ങൾ അവരെ ആവേശഭരിതമാക്കി. कर्नाटक गवर्नमेंट से भी मैं तलब करता हूँ, गुजारिश करता हूँ, मद्य मुक्त कर्नाटक होना चाहिए. അറിവ് നേടിയാലേ മതത്തെ അറിയാൻ കഴിയൂ എന്ന് ഉസ്താദ് ജനങ്ങളെ ബോധിപ്പിച്ചു. ജനപ്രതിനിധികളും മന്ത്രിമാരും കേരളത്തിൽ നിന്നുമെത്തിയ സമാധാന ദൂതനെ ആശ്ലേഷിച്ചു. കർണാടക ജനതക്ക് യാത്ര എന്തെന്നില്ലാത്ത ആവേശം പകർന്നു. വൈവിധ്യമാർന്ന പ്രചാരണ പരിപാടികളും സ്വീകരണങ്ങളിലെ സമയനിഷ്ഠയും പ്രവർത്തകരുടെ അച്ചടക്കവും കർണാടക പോലീസിനെ പോലും അത്ഭുതപ്പെടുത്തി. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്കും മറ്റു ചാരിറ്റി സ്ഥാപനങ്ങൾക്കും സാന്ത്വനവുമായി കടന്നുപോയ യാത്ര കേരള യാത്രയെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. കർണാടക സർക്കാരിന്റെ പരിപൂർണ പിന്തുണ യാത്രക്കുണ്ടായിരുന്നു. അവരുടെ സഹകരണം യാത്രയിൽ ശ്രദ്ധേയമായിരുന്നു. 25,000 യുവാക്കളെ സ്ത്രീധന രഹിത വിവാഹത്തിന് സജ്ജരാക്കിയത് കർണാടക യാത്രയിലെ ശ്രദ്ധേയമായ പ്രഖ്യാപനമായിരുന്നു. കർണാടകയുടെ കണ്ണും കരളും കവർന്ന യാത്ര കന്നഡ ഭൂമിയിലെ പുതുനവോത്ഥാന ചരിത്രമായി മാറി. മുസ്ലിങ്ങളെ സഹായിക്കാനെന്ന പേരിൽ പുറത്തുനിന്നും സഹായ വാഗ്ദാനം നടത്തുന്ന ഭീകരർക്ക് താക്കീതായിരുന്നു ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ പുറത്തുനിന്നുള്ളവർ ഇടപെടേണ്ടെന്ന ഉസ്താദിന്റെ പ്രഖ്യാപനം കന്നഡ മാധ്യമങ്ങൾ വൻ കവറേജോടുകൂടിയാണ് റിപ്പോർട്ട് ചെയ്തത്. നാം ഇന്ത്യക്കാരാകുന്നു. ഇന്ത്യയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാനും നാം ഒന്നായി പ്രവർത്തിക്കണം. ജാതിമത ഭേദമന്യേ യാതൊരു വ്യത്യാസവുമില്ലാതെ ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിന് നാം യത്നിക്കണം. ഇപ്പോൾ ഇന്ത്യയിൽ കടന്നു ഇവിടെയുള്ള ജനങ്ങൾക്ക് നന്മ ചെയ്യാനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വരുന്ന വൈദേശികരുടെ യാതൊരു ആവശ്യവും ഇന്ത്യ രാജ്യത്തിന് ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ രാജ്യത്തിന് ഏറ്റവും നല്ല സുഭദ്രമായ ഭരണഘടനയുണ്ട്. മുൻകൂട്ടി നിശ്ചയിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ പോലും സ്വീകരണം ഏറ്റുവാങ്ങേണ്ടി വന്നു കർണാടക യാത്രക്ക്. ആവേശഭരിതരായ ജനക്കൂട്ടം ഉസ്താദിനെ കാണാനും യാത്രയെ ആശീർവദിക്കാനും തിരക്കുകൂട്ടി.
सब दिलों की जान नेकी मोहब्बत का पैगाम आए हैं सुन्नियों की शान सब दिलों की जान नेकी मोहब्बत का पैगाम आए हैं इल्म की राह दिखलाने सुन्नियों की शान सब दिलों की जान नेकी मोहब्बत का पैगाम आए हैं सुल्तानुल उलमा जिंदाबाद सुल्तानुल उलमा सुल्तानुल उलमा जिंदाबाद कर्नाटक यात्रा जिंदाबाद कर्नाटक यात्रा जिंदाबाद मिलते रहने യാത്രയുടെ സമാപനം മംഗലാപുരത്ത് നടന്നപ്പോൾ അത് മറ്റൊരു കേരള യാത്ര സമാപനമായി മാറി. കർണാടക മുഖ്യമന്ത്രിയും വിവിധ മതമേധാവികളും സംബന്ധിച്ച ചടങ്ങ് ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. കന്നഡയിലെ സുന്നി പ്രവർത്തകർ യാത്രയെ ചരിത്രമാക്കി മാറ്റി. ഗവൺമെന്റിന്റെ സഹകരണം സമാപനത്തിന് വലിയ സഹായകമായി മാറി. മതധർമ്മത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് മതത്തിന്റെ പേരിലുള്ള സംഘർഷങ്ങൾക്ക് ഹേതുകം. ഇത് തിരിച്ചറിഞ്ഞ ഉസ്താദ് മതപരമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചു നീങ്ങി. بين الجوانح دائما غلاب عن مكة باح النبي بحبه علم العظيم الواحد الوهاب قد ظل يذكرها يحن മതത്തിന്റെ അടയാളങ്ങളും മതം എന്ന ആവേശവും മാത്രം ശേഷിക്കുന്ന അന്യസംസ്ഥാന മുസ്ലിം സമൂഹത്തിന് ശക്തമായ ഒരു നേതൃത്വത്തിന്റെ കുറവുണ്ടായിരുന്നു. ജീവിതത്തിന്റെ പ്രയാസങ്ങൾക്കിടയിൽ ധർമാധർമ്മ വേർതിരിവുകളില്ലാതെ അലക്ഷ്യമായി യാത്ര തുടരുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഉസ്താദിന്റെ സാന്നിധ്യം ആവേശവും ആശ്വാസവുമായിരുന്നു. ثنيات الوداع وجب الشكر علينا ما دعا لله داعي يا حبيبي يا محمد يا عروس الخافقين കാന്തപുരത്തിന്റെ ഈ ചിന്തയിൽ നിന്നാണ് കാശ്മീർ, ഗുജറാത്ത്, ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ യാത്ര ഉണ്ടാകുന്നത്. ഓരോ സംസ്ഥാനത്തിലൂടെയും ഉസ്താദ് കടന്നു പോകുമ്പോൾ അവർ കാണിക്കുന്ന ആവേശവും സന്തോഷവും അവർക്കെന്തോ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു. ഉസ്താദിന്റെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ഒരുമിച്ചു കൂടിയ മുസ്ലിങ്ങൾ ആ പ്രഭാഷണത്തിനു വേണ്ടി കാതോർത്തു. और जो बाकी है सबका वतन है इंडिया. ये वतन
इनका पाबंदी रखना, हिफाजत रखना, ये हमारी जिम्मा है। वो जिम्मेदारी हम हाथ में रखकर आपस में लड़ने के बगैर, आपस में जुल मिलके ये इंडिया का तरक्की के लिए काम करना और मुसलमान के अकीदा हिफाजत करने के लिए काम करना, वो हिफाजत करने के लिए हम हुजूर सल्लल्लाहु अलैहि वसल्लम का पैरवी होना चाहिए। ഉപദേശങ്ങളെ അവർ ചെവിക്കൊണ്ടു. നന്മ നിറഞ്ഞ നല്ല നാളെയെ സൃഷ്ടിക്കാൻ അവർ മനസ്സാ പ്രതിജ്ഞ ചെയ്തു. ഓരോ പ്രദേശത്തും അവരനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ഉസ്താദ് നേരിൽ കണ്ടു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടിവെള്ള പദ്ധതികളും മറ്റു സാന്ത്വന കേന്ദ്രങ്ങളും അവിടെ തുറക്കപ്പെട്ടു. ഉസ്താദിന്റെ യാത്രകൾ വിസ്മരിക്കാനാവാത്ത വിധം അവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ മനസ്സിൽ പ്രതിഷ്ഠ നേടി. ഇന്ത്യയിൽ മാത്രമല്ല, ഉസ്താദിന്റെ യാത്ര ഇന്ത്യയുടെ അതിർത്തി വിട്ട് കടന്നു ചെല്ലാത്ത രാജ്യങ്ങളില്ല. അറബ് രാജ്യങ്ങളായ സൗദി, UAE, ഒമാൻ, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിലും ഉസ്താദിന്റെ ധർമ്മ സംസ്ഥാപന ചൈത്രയാത്ര കടന്നു ചെന്നു. على بعضهن والمحبة بقت رخيصة والأخوة. فضيلة الأستاذ الشيخ الإمام يوسف أبو سنينة وسائر العلماء والفضلاء والأئمة والحاضرين، أيها الحفل الكريم، نحييكم بتحية الإسلام والمسلمين مرة أخرى. السلام عليكم ورحمة الله وبركاته. أيها العلماء والحفل الكريم، لست مستحقا لأن أقوم في هذا المقام، ولكن أتبرك حيث أني خادم العلم والعلماء في الهند وخادم أهل السنة والجماعة بعموم الهند. وفقنا الله تعالى في هذا اليوم للحضور في هذا المسجد، مسجد الأقصى، الذي قال الله سبحانه وتعالى: سبحان الذي يسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله. هذا المسجد صلى فيه رسول الله صلى الله عليه وسلم ليلة المعراج، وصلى معه جميع الأنبياء والمرسلين الماضين. لنا عونا يوم نلقى الله، كل يوم ذاك فرجا ربي عجل منك بالفرج يا رسول الله يا حبيب الله. كلنا عونا يوم نلقى الله، وجهك الميمون حجتنا يوم تهدي الناس بالحجج يا رسول. ഉസ്താദിന്റെ പ്രബോധന വഴിയിലെ മറ്റൊരു നാഴികക്കല്ലാണ് US UK യാത്രകൾ. خالد بن زيد أبا أيوب الأنصاري رضي عنه رب الباري ونفعنا اللهم şefaatihi Efendimiz Hazretlerinin mübarek ruhu şeriflerine hediye eyledik. Vasıl eyle ya Rabbi. Ve hissedar eyle. Bizlerden hoşnut ve razı eyle. Ya Rabbi, bizler de son nefesimize geldiğimiz zaman iman ile, Kur'an ile huzuruna gelmeyi nasip eyle. نحن نعيش للسلام، الإسلام للسلام والعالم للسلام.
وهذا المؤتمر في نيودلهي عاصمة الهند. സമുദായ സേവനത്തിന്റെ അനന്തമായ വഴികൾ തേടുന്ന ഖമറുൽ ഉലമ ലോകത്തിന്റെ മുഴുവൻ മുക്കുമൂലകളിലേക്കുള്ള യാത്രയിലാണ്. കേരളത്തിലെ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച് ഒരു സാധാരണ മുസ്ലിയാരായി വളർന്നു വന്ന കാന്തപുരം ഇന്ന് ലോക പണ്ഡിത സഭകളിലെ ജ്വലിക്കുന്ന താരമാണ്. وترمينا في حضنها ليه يا دنيا الناس بتقسى كل يوم على بعضها على بعضها ليه يا دنيا الناس بتقسى كل يوم على بعضها ليه يا دنيا الناس بتنسى يضيع بينا الأمان والأمين نفتكره خان Sheikh Abu Bakr Ahmed is a living legend in the Ahl Sunnati wal Jama'ah today in India. And if you visit their Facebook, mashallah, they're very active online. They have a huge network in South India. In fact, all of India, as I mentioned before, they have around 2,000 masajid of Ahl Sunnati wal Jama'ah which they established. 40,000 students at this time are studying in their madrasas in India. And they have campuses in Abu Dhabi, in Arab Emirat, and in the Middle East as well. They're doing a lot of work in the Middle East as well, alhamdulillah. They speak very fluent Arabic. As in the home, they speak Arabic. And we have some their syllabus as well, which they've, mashallah, blessed us with. You have more of these to give to everybody, or just a few? Just a few, inshallah. But they have their syllabuses and their full, mashallah, Madin Academy, and this is Markaz Saqafa Sunniya. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله والصلاة والسلام على أشرف رسول الله سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله العظيم. الميت يدخل في قبره بالذنوب ويخرج منه مغفورا بدعوة الصالحين. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد يا من تفجرت الأنهار نابعة من إصبعيه فروى الجيش بالمدد إني وإن صابني ضيم يربعني أقول يا سيد السادات يا سندي يا سيد السادات يا سندي يا سيدنا يا رسول الله. معززان علماء الكرام احباب رسول اللہ صلی اللہ علیہ وسلم، میرے بھائیوں،
आपके सामने मैं लंबी तकरीर नहीं चाहूंगा, इसलिए वक्त का कमी मैं जानता हूं। मैं एक बात आपके सामने अर्ज करना चाहता हूं। इधर हुकूमत है, हुकूमत ये इंग्लैंड में हुकूमत है, इंडिया में हुकूमत है, पाकिस्तान में हुकूमत है, हर दुनिया में हुकूमत है, लेकिन ये हुकूमत के लिए सबके लिए ऑपोजिट पार्टी भी होता है। कोई जगह हुकूमत उसमें ऑपोजिट पार्टी नहीं, ऐसा कोई हुकूमत अभी नहीं। लेकिन हमारे पास एक ही हुकूमत है, वो हुकूमत के लिए कोई ऑपोजिट पार्टी नहीं। वो हुकूमत का रईस सय्यदुल कायनात सय्यदुना रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम। जो ऑपोजिट पार्टी है वो तो हुकूमत वाहिरिया है, हुकूमत दुनिया है, हुकूमत जिस्मानिया है। हमारे यहाँ हुकूमत रूहानी, यह हुकूमत रूहानी के लिए कोई ऑपोजिट पार्टी नहीं। 1 लाख से ज्यादा अंबिया इकराम अलैहिमुस्सलातु वस्सलाम सब एक ही हुकूमत में, हुजूर सल्लल्लाहु अलैहि वसल्लम की हुकूमत में दाखिल है, कोई खिलाफ नहीं। കാന്തപുരത്തിന്റെ യാത്രകൾ തുടരുകയാണ്. നന്മക്കു വേണ്ടി, സ്നേഹത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി നമുക്ക് പിന്തുണ നൽകാം, പ്രാർത്ഥിക്കാം. ربنا يكون عنه راضي تجرحيه ويعيش حزين تقتلي فيه الحنين هلا بينا يا دنيا انك انت سن المؤمنين